aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു എന്ന് 145 സങ്കീർത്തനം 8-9 വചനങ്ങളിൽ നാം വായിക്കുന്നു. ഈ ഭൂമിയിൽ നാം നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഉണരുന്നതും ദൈവകൃപയാലാണ്. അർഹതയും യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ദൈവം കരുണ തോന്നി വർഷിച്ചു തരുന്നതാണ് കൃപ. കൃപ 2 തരത്തിലുണ്ട്. ഒന്ന്, പൊതുവായ കൃപ. ഈ കൃപ ദൈവം എല്ലാവർക്കും നൽകും. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് മത്തായി സുവിശേഷം 5:45 വായിക്കുന്നു. ഈ കൃപ എല്ലാവരും അനുഭവിക്കുന്നു. മഴയും വെയിലും സൂര്യപ്രകാശവും വിളവിൻ്റെ ഫലങ്ങളും അധ്വാന ഫലങ്ങളും ബുദ്ധിയും ദൈവം സകലർക്കും നൽകുന്നു. ഇത് പൊതുവായ കൃപയാണ്. 2, സവിശേഷമായ കൃപ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ സവിശേഷമായ കൃപ നൽകുന്നു. ഈ കൃപ 5 ഫലങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 1, രക്ഷ അഥവാ പാപമോചനം എന്നുള്ളതാണ്. നമ്മിൽ പാപപ്രകൃതിയുണ്ട്. പാപത്തിന്റെ അംശികളാണ് നാം. നരകത്തിന് യോഗ്യതയുള്ളവർ ആയിരുന്നു. എന്നാൽ ആ യോഗ്യത നൽകാതിരിക്കാൻ യേശു സ്വർഗത്തിൽ നിന്നും മനുഷ്യനായി പിറന്ന് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗം ചെയ്ത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ ജീവിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. ഈ സവിശേഷമായ കൃപ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം സകലർക്കും നൽകുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് തീത്തോസിന്റെ ലേഖനം 2-11 വാക്യത്തിൽ നാം വായിക്കുന്നു. 2, വിശ്വാസത്തിൽ നമ്മെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. കൃപ വീണു പോകാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു എന്ന് എഫേസ്യർക്ക് ലേഖനം 2-8 വചനത്തിൽ നാം വായിക്കുന്നു. 3, വിശുദ്ധ ജീവിതം ലഭിക്കുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-8 വചനം. ദൈവകൃപയാൽ പാപത്തെ അതിജീവിച്ച് വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. നമ്മുടെ പരീക്ഷകളിൽ പ്രതികൂലങ്ങളിൽ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് എബ്രായലേഖനം 4-16 വചനത്തിൽ നാം വായിക്കുന്നു. 4, ശുശ്രൂഷകളിൽ കൃപ ചൊരിയുന്നു എന്നുള്ളതാണ്. ദൈവകൃപ ഇല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾ സാധ്യമല്ല. ദൈവിക വേലകൾക്കായി ദൈവം പലതരം കൃപകൾ നമുക്ക് ചൊരിഞ്ഞു തരുന്നു. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവനാണ്. വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവൻ ഒരുവൻ തന്നെ എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-4-6 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുന്നു. ദൈവം നൽകുന്ന കൃപാവരങ്ങൾ നാം ദൈവനാമം മഹത്വപ്പെടുവാനായി ഉപയോഗിക്കണം. 5, കർത്താവിന്റെ 2ാം വരവിനെ നമ്മെ ചേർക്കുന്ന ദൈവകൃപ. കൃപയുടെ പൂർത്തീകരണമാണ് കർത്താവ് നമ്മെ തന്നോടൊപ്പം ചേർത്ത് നിത്യമായ കരുണയ്ക്ക് അവകാശികളാക്കുക എന്നുള്ളത്. ഏകദേശം 200 തവണ കൃപ എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. യേശുവിൻ്റെ കൃപ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ലേഖനങ്ങളെല്ലാം ആരംഭിക്കുന്നത്.
വേദപുസ്തകം അവസാനിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ കൃപയിൽ വസിച്ച് ദൈവം നൽകുന്ന നിത്യമായ കൃപയുടെ അവകാശികളാകാം. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും നമുക്ക് പറയാം, ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.